ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും യശുമി ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് സാരീസ് ഒന്നും കാണിക്കുന്നില്ല, കുറച്ചൊരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനു മുമ്പായി യശുഭൂമി ടെക്സ്റ്റൈൽസ് കമ്പനി ഇവിടെ ഗുജറാത്തിലെ സൂറത്തിലാണ്. നമ്മുടെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറിയിൽ പിൻകോഡ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. ഇനി അതൊന്നുമല്ല, ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരായാലും അല്ല ബിസിനസ് ഉള്ളവരായാലും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ ബിസിനസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയ പ്രോഡക്റ്റിനെ പറ്റി നല്ലൊരു കാഴ്ചപ്പാട്, അല്ലെ ആ പ്രോഡക്റ്റിനെ പറ്റി ഫുൾ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ അതിനാണ് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം. അതിനുള്ള സൗകര്യമുണ്ട്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യമുണ്ട്. ഇപ്പം നിങ്ങൾ സ്റ്റേഷനിൽ വരുന്നെങ്കിൽ അവിടെ നിങ്ങളെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. കാരണം നമുക്കറിയത്തില്ല സൂരത്തിൽ എവിടേക്കാ, ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനിയുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കട എവിടെയാണെന്ന് നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ അതിനായിട്ടാണ് പിക്കപ്പ് ആൻഡ് ഡ്രോ സൗകര്യമുണ്ട്. പിന്നെ ലാംഗ്വേജ് ഇഷ്യൂ യാതൊന്നുമില്ല. ഇപ്പം ഹിന്ദി അറിയണമെന്നില്ല, എല്ലാവർക്കും ഇംഗ്ലീഷും പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റണമെന്നുമില്ല. ഇപ്പൊ അമ്മമാരൊക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് കറക്റ്റ് ഇംഗ്ലീഷൊക്കെയോ അല്ലെ ഹിന്ദിയോ സംസാരിക്കാൻ എല്ലാവർക്കും അറിയത്തില്ലെന്നല്ല പറഞ്ഞാൽ, അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് മലയാളത്തിൽ തന്നെ, ഇപ്പൊ നമ്മുടെ ഫീലിങ്സ് മലയാളത്തിൽ തന്നെ പറയും, നമ്മുടെ സ്വന്തം ഭാഷയിൽ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ മലയാളം തന്നെ സംസാരിച്ച് പർച്ചേസ് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് സാരീസ് ആണ് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നത്. അതിനൊപ്പം തന്നെ ബ്ലൗസ് മെറ്റീരിയൽസ്, അണ്ടർ സ്കർട്ട്സ്, ലെഹങ്ക, ഫോൾസ് ഇതൊക്കെ അവൈലബിൾ. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർക്ക് സാരി മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നതൊക്കെ കാണാൻ കൂടിയൊരു അവസരമാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഓരോ വീഡിയോസ് നമ്മൾ ഇടുമ്പോൾ നമ്മളെ പുതിയ പുതിയ സാരീസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അവരുടെ ഈ ഒരു നമ്മൾ കാണുന്ന വീഡിയോസിൽ നല്ല നല്ല റിവ്യൂസ് നിങ്ങൾക്ക് തരുന്നവരുണ്ട്. നല്ല റിവ്യൂസ് മാത്രം തരണമെന്നില്ല. നിങ്ങൾക്ക് സാരീസിനെ പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസിനെ പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പക്ഷെ ഒരു കമ്പനിയിൽ നമ്മൾ അതിനെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെ നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അറിഞ്ഞിരിക്കണം. അതെങ്ങനെ പർച്ചേസ്, ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ നിങ്ങളിപ്പോ ഓൺലൈൻ ബിസിനസ് ആണ് ചെയ്യുന്നത്. ആ ബിസിനസ്സിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്ന് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ള ഒരു മര്യാദ നിങ്ങൾക്കുണ്ട്. കാരണം കസ്റ്റമേഴ്സിന് അറിയത്തില്ല ഇത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം, അത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ, ഇത് ചിലപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ടായിരിക്കും പ്രോഡക്റ്റ് കൊടുക്കുന്നത്, അല്ലെ ഒരു സെറ്റ് ആയിരിക്കും പ്രോഡക്റ്റ് കൊടുക്കുന്നത്, അല്ലെ നിങ്ങൾ മെയിൻ ആയിട്ട് കുർത്തീസിന്റെ ബിസിനസ് ആയിരിക്കും, അല്ലെ സാരീസ് ബിസിനസ്, അല്ലെ കിഡ്സ് വെയർ. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ പറയാതെ ഞാനൊരു ബിസിനസ് അങ്ങ് തുടങ്ങി, നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ശരിയാവും? അപ്പൊ അതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പൊ അതിനൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അപ്പൊ അതിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ ഇപ്പൊ ഓരോരുത്തരായിട്ട് പറയുന്നേക്കാൾ നല്ലൊരു വീഡിയോ ഉണ്ടാക്കി, അല്ല നല്ലൊരു ഫോട്ടോസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിനിടയിൽ നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത്, അല്ലെ വീഡിയോയിലായാലും നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി എങ്ങനെ പർച്ചേസ് ചെയ്യണം, നമ്മുടെ കസ്റ്റമേഴ്സിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം പറയേണ്ട ഒരു കടമ നമുക്കുള്ളതാണ്. ആ കാര്യം തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഞാനിവിടെ ആങ്കറായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേന് എനിക്ക് എൻ്റെ പ്രോഡക്റ്റിനെ പറ്റി, എൻ്റെ ജോലിയെ പറ്റി എനിക്ക് നല്ലതായിട്ട് അറിയാം. കാരണം ആ രീതിയിൽ എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക, അവരെ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നതാണ് എൻ്റെ കടമ. അപ്പൊ ഞാൻ ഒരു വീഡിയോയിൽ അല്ലെ എൻ്റെ കമ്പനിയെ പറ്റി എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞേ മതിയാവുള്ളൂ. അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെ കാണാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള ഇങ്ങനെ നിങ്ങൾ യൂസ്ലെസ് ആയിട്ടുള്ള ഓരോ കമന്റ്സ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായി എന്ത് കാര്യം, അല്ല സാരീസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടോ, അല്ല സാരിയിലെ ലെങ്ത് പോരാ, അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ഇത് നമുക്ക് നോർമലി പറയേണ്ട കാര്യം അതും പറയണ്ട എന്ന് നിങ്ങൾ കമന്റിൽ ഇടുമ്പോഴത്തേന് എനിക്കത് പറ്റത്തില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞേ മതിയുള്ളൂ. എൻ്റെ കസ്റ്റമേഴ്സ്, ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, എന്നെയല്ല ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയേണ്ട കാര്യങ്ങൾ എന്തായാലും ഞങ്ങളത് പറയും. ഈ ഒരു കമന്റ്സിൽ അങ്ങനെയാണ് പറയേണ്ടത്. കാരണം ഒരുപാട് സംസാരിക്കാതെ
കാര്യം പറഞ്ഞിട്ട് പോകാൻ. പക്ഷെ അങ്ങനെ പറ്റത്തില്ല. ഒരു പ്രോഡക്റ്റ് പറ്റി എന്തൊക്കെയുണ്ടോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും പറയാം. കാരണം നമ്മൾ മുഖാന്തരം ആരും ചതിയിൽ പെടരുത്. ഞങ്ങൾ ആരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസും ഞങ്ങളുടെ പ്രോഡക്ട്സും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. 100% ക്വാളിറ്റിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലെ ഞങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നില്ല, പ്രോഡക്റ്റ് എടുക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം. മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്, അതും വിസിറ്റ് ചെയ്യുക. പ്രോഡക്റ്റ് കാണുക, പ്രോഡക്റ്റ് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. ആരെയും ബിസിനസ്സിൽ ഞങ്ങൾ യശ്ഭൂമിന്ന് തന്നെ എടുക്കണം എന്നും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ച് കുറച്ച് കമന്റ്സ് ഇങ്ങനെ വരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയണ്ട. പക്ഷെ എനിക്ക് എൻ്റെ കാര്യം, ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ആണോ, എന്ത് ജോലിയാണോ, ഞങ്ങളുടെ കമ്പനീനെ പറ്റി എന്ത് പറയേണ്ടത് ഫുൾ പറഞ്ഞാൽ മതിയാകത്തുള്ളൂ. പക്ഷെ ഫുൾ ഡീറ്റെയിൽസ് പറയണം, എന്നാലേ നമ്മുടെ കസ്റ്റമേഴ്സിന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. എന്നിട്ടും ഓരോ വാട്സപ്പിൽ ഇത് മിനിമം ഓർഡർ എത്രയാ, ഇതെങ്ങനെ പർച്ചേസ് ചെയ്യുന്നൊക്കെ പിന്നെയും കമന്റ്സ് വരുന്നു. അത് കാരണം ഇത് ഡെയിലി ഞാൻ പറയുന്ന കാര്യം ഇന്നും ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ഇതുപോലുള്ള വീഡിയോസും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെ അൺസബ്സ്ക്രൈബ് ചെയ്യാം. ആരെയും നിർബന്ധിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ അടിപൊളി കളക്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ സാരീസ് കളക്ഷനായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.